ഹായ് ഹലോ വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. നമ്മളൊരു റിലേഷൻഷിപ്പിലാണെങ്കിൽ ആളുകൾ വിചാരിക്കുന്നത് നമുക്ക് ഓൾറെഡി ഒരു പാർട്ട്ണർ ഉണ്ടെങ്കിൽ നമുക്ക് വേറെ ആരോടും അട്രാക്ഷൻ തോന്നില്ല എന്നാണ്. ബട്ട് ആക്ച്വലി സൈക്കോളജി സേ ഇറ്റ്സ് കംപ്ലീറ്റ്ലി നോർമൽ ടു നോട്ടീസ് സമ്മൺ എൽസ്. അപ്പോൾ ഇന്ന് നമ്മൾ സംസാരിക്കാൻ പോകുന്നത് ഈ ഒരു ടോപ്പിക്കിനെ കുറിച്ചിട്ടാണ്. അപ്പോൾ ആദ്യം തന്നെ ഇതിൻ്റെ കുറച്ച് സിമ്പിൾ ആയിട്ടുള്ള സൈക്കോളജി നമുക്ക് നോക്കാം. ഈ ഹ്യൂമൻ ബ്രെയിൻ എന്ന് പറയുന്നത് ബ്യൂട്ടി അല്ലെങ്കിൽ പ്രസന്റബിൾ ആയിട്ടുള്ള സാധനങ്ങളെ ഓട്ടോമാറ്റിക്കലി അട്രാക്റ്റഡ് ആവുന്ന ഒന്നാണ്. അത് സ്വാഭാവികമായിട്ട് സംഭവിക്കുന്നതാണ്. നമ്മളിപ്പോൾ പ്രസന്റബിൾ ആയിട്ടുള്ള എന്തെങ്കിലും കാണുന്ന സമയത്ത് അതിപ്പോൾ ഒരു ഒബ്ജക്റ്റ് ആവാം, അല്ലെങ്കിൽ ഒരു പ്ലേസ് ആവാം, അങ്ങനെ കാണാൻ ഭംഗിയുള്ള സാധനങ്ങളെ കാണുന്ന സമയത്ത് നമ്മുടെ ബ്രെയിൻ ഓട്ടോമാറ്റിക്കലി അതിലേക്ക് അട്രാക്റ്റഡ് ആയി പോകും. ഇത് സംഭവിക്കുന്നതിൻ്റെ കാരണം എന്താണെന്ന് വെച്ചാൽ നമ്മുടെ ബ്രെയിനിൽ ഡോപ്പമിൻ എന്ന് പറയുന്ന ഒരു ഹോർമോണ് റിലീസ് ആവുന്നത് കൊണ്ടാണ്. ഇത് റിലീസ് ആവുന്ന സമയത്ത് നമുക്കൊരു സ്പാർക്ക് ഫീൽ ഉണ്ടാവും. ഇപ്പം നമുക്ക് എന്തെങ്കിലും കാണുന്ന സമയത്ത് ഒരു ഹാപ്പിനെസ് തോന്നുക, അല്ലെങ്കിൽ ഒരു വ്യക്തിയെ കാണുന്ന സമയത്ത് നമുക്ക് സ്പാർക്കായി എന്നൊക്കെ നമ്മൾ പറയില്ലേ, അതിൻ്റെ റീസൺ ഇതാണ്. ഇപ്പം നിങ്ങൾക്കൊരു പാർട്ട്ണർ ഉള്ളപ്പോൾ തന്നെ നിങ്ങൾക്ക് വേറൊരാളോട് അട്രാക്ഷൻ തോന്നിയെന്ന് വിചാരിച്ച്, ജസ്റ്റ് അട്രാക്ഷൻ ആണേ, അത് തോന്നിയെന്ന് വിചാരിച്ച് അതിൻ്റെ അർത്ഥം നിങ്ങളുടെ പാർട്ട്ണർ മോശമാണെന്നോ അല്ലെങ്കിൽ നിങ്ങളുടെ പാർട്ട്ണറിനോട് നിങ്ങൾക്ക് ലവ് ഇല്ലാന്നോ അവരോടുള്ള ഇഷ്ടം കുറവാണോ അങ്ങനെയൊന്നുമല്ല. അട്രാക്ഷൻ എന്ന് പറയുന്നത് നാച്ചുറൽ ആയിട്ടുള്ള ഒരു കാര്യമാണ്. എപ്പോഴും മാറ്റർ ചെയ്യുന്നത് കമ്മിറ്റ്മെന്റ് ആണെന്നുള്ളത് നിങ്ങൾ മനസ്സിലാക്കുക. നെക്സ്റ്റ് നമ്മൾ പറയാൻ പോകുന്നത് ഈ അട്രാക്ഷൻ സംഭവിക്കുന്ന സമയത്ത് നമ്മുടെ ഉള്ളിൽ ഉണ്ടാകുന്ന ഒരു എഫക്റ്റിനെ കുറിച്ചിട്ടാണ്. അതിൻ്റെ പേര് നോവൽറ്റി എഫക്റ്റ്. അപ്പോൾ എന്താണ് ഈ നോവൽറ്റി എഫക്റ്റ് എന്ന് നമുക്ക് നോക്കാം. ഈ ഹ്യൂമൻ ബ്രെയിന് എപ്പോഴും പുതിയ സാധനങ്ങളിൽ അട്രാക്റ്റഡ് ആവും. അതായത് പുതിയ സാധനങ്ങളെ കാണുമ്പോൾ ഒരു എക്സൈറ്റ്മെന്റ് ഫീൽ ചെയ്യും. അപ്പോൾ ഇപ്പോൾ ഒരു എക്സാമ്പിൾ പറയാന്നുണ്ടെങ്കിൽ, നമുക്ക് പുതിയതായിട്ടുള്ള ഒരു ആളുടെ ഫേസ്, ഒരു സ്ട്രേഞ്ചറിനെ നമ്മൾ മീറ്റ് ചെയ്യാന്നുണ്ടെങ്കിൽ പെട്ടെന്ന് ആളോട് നമുക്ക് ഒരു അട്രാക്ഷൻ അല്ലെങ്കിൽ നമുക്ക് നമ്മുടെ ബ്രെയിനിൽ ഒരു എക്സൈറ്റ്മെന്റ് ഉണ്ടാവും. അതിൻ്റെ കാരണം ആ ഒരു നമ്മൾ കാണുന്ന ഫേസ് എന്ന് പറയുന്നത് പുതിയതായതുകൊണ്ട് മാത്രമാണ്. അതിനർത്ഥം ഇപ്പം നമുക്ക് അവരോട് ഒരു അട്രാക്ഷൻ തോന്നിയെന്ന് വിചാരിച്ചാൽ അതിൻ്റെ അർത്ഥം അവരെ നമുക്ക് കല്യാണം കഴിക്കണമെന്നോ അല്ലെങ്കിൽ അവരായിട്ട് റിലേഷൻഷിപ്പ് വേണമെന്നോ അല്ലെങ്കിൽ അവർ നമ്മുടെ കൂടെ ലൈഫ് ലോങ് വേണമെന്നോ അങ്ങനെ ഒന്നുമല്ല. ജസ്റ്റ് നമുക്കൊരു എക്സൈറ്റ്മെന്റ് അല്ലെങ്കിൽ ഒരു അട്രാക്ഷൻ ഉണ്ടാവുന്നതാണ്. അതിൻ്റെ അർത്ഥം നമ്മുടെ പാർട്ട്ണർ മോശമാണെന്നും അല്ല. പിന്നെ ഈ ഒരു അട്രാക്ഷൻ ഉണ്ടാവുന്നത് കുറച്ച് സമയത്തേക്കാണ്, ഒരു ടെമ്പററി ആയിട്ടുള്ള സംഭവമാണിത്. ഇത് പെട്ടെന്ന് തന്നെ ഫെയ്ഡ് ആയി പോകും. ചിലർക്ക് ഇപ്പം നമ്മൾ കണ്ടു ഒരു 10 മിനിറ്റ് അയാളോട് സംസാരിച്ചു കഴിഞ്ഞാൽ ആ ഒരു ഇത് പോവും. നമുക്ക് ജസ്റ്റ് കാണുന്ന ഒരു സ്പാർക്ക് എന്നൊക്കെ പറയില്ലേ, ആ ഒരു സംഭവമാണിത്. അപ്പോൾ ഇതിനെയാണ് നമ്മൾ നോവൽറ്റി എഫക്റ്റ് എന്ന് പറയുന്നത്. നെക്സ്റ്റ് നമ്മൾ നോക്കാൻ പോകുന്നത് ഡിഫറൻസ് ബിറ്റ്വീൻ ആക്ഷൻ ആൻഡ് അട്രാക്ഷൻ ആണ്. ഈ അട്രാക്ഷൻ എന്ന് പറയുന്നത് കോമൺ ആയിട്ട് നമ്മുടെ ഹ്യൂമൻ ബീങ്സിനെല്ലാം സംഭവിക്കുന്ന ഒരു കാര്യമാണ്. ബട്ട് അത് കഴിഞ്ഞിട്ടുള്ള ആക്ഷൻ നമ്മൾ ചെയ്യുന്ന കാര്യമാണ്. അതായത് നമുക്കിപ്പോൾ ഒരാളോട് അട്രാക്ഷൻ തോന്നി, നമ്മൾ അയാളുമായിട്ട് ഒരു കോണ്ടാക്ട് വെക്കുക, ആളെ ഫ്ലേർട്ട് ചെയ്യുക, നമ്മുടെ പാർട്ട്ണർ അറിയാതെ ആളായിട്ടുള്ള കോണ്ടാക്ട് നമ്മൾ കീപ്പ് ചെയ്യുക, നമ്മുടെ പാർട്ട്ണറിനെ ഇമോഷണലി ചീറ്റ് ചെയ്യുക. ഇതൊക്കെ ഈ ഇമോഷണൽ ചീറ്റിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? ഇപ്പോൾ നമ്മളുടെ പാർട്ട്ണർ അറിയാതെ നമ്മൾ ആളടുത്ത് നോർമലായിട്ട് സംസാരിക്കുക, കാഷ്വലായിട്ട് നമ്മൾ നമ്മുടെ ഹാപ്പിനെസ്സുകൾ പറയുന്നു, പ്ലാൻസ് പറയുന്നു, നമ്മുടെ സങ്കടങ്ങൾ പറയുന്നു, അതുപോലെ നമ്മുടെ ലൈഫിൽ ഉണ്ടായിട്ടുള്ള ഓരോരോ ഇൻസിഡൻസ് പറയുന്നു. ഇതേപോലെ തന്നെ തിരിച്ച് നമ്മൾ കേൾക്കുകയും ചെയ്യുന്നു. അവർ നമ്മളടുത്ത് ഷെയർ ചെയ്യുന്നു അവരുടെ പ്രശ്നങ്ങളും സങ്കടങ്ങളും ഒക്കെ. അങ്ങനെ നമ്മളൊരു നോർമൽ ആയിട്ടുള്ള ഒരു കോൺവെർസേഷൻ, ഒരു ഡെപ്ത് ഉള്ള ഒരു കോൺവെർസേഷൻ അവരുമായിട്ട് നമ്മൾ കീപ്പ് ചെയ്യുന്നു. ഇതിനെയാണ് നമ്മൾ ഇമോഷണലി ചീറ്റ് ചെയ്യുക എന്ന് പറയുന്നത്. ഇത് മേ ബി നമ്മൾ സ്ട്രേഞ്ചറുടെ അടുത്ത് നല്ല കേട്ടോ, നമ്മുടെ ഫ്രണ്ട്സിൻ്റെ അടുത്തും നമ്മുടെ പാർട്ട്ണറിന് ഇഷ്ടമില്ലാത്ത ഫ്രണ്ട്സ് ഒക്കെ ഉണ്ടാവും. അപ്പോൾ അവരുമായിട്ട് നമ്മളിത് കീപ്പ് ചെയ്യുകയാണെങ്കിൽ ഇതൊരു ഇമോഷണൽ ചീറ്റിംഗ് തന്നെയാണ്. കാരണം പല ആളുകളും പറയാറുണ്ട്, ഇപ്പം ഞാൻ അവളെ ഹൈഡ് ചെയ്തിട്ടാണ് ചെയ്യുന്നതെങ്കിൽ പോലും ഞാൻ തെറ്റൊന്നും ചെയ്യുന്നില്ലല്ലോ, നോർമലായിട്ട് കാഷ്വലായിട്ട് സംസാരിക്കല്ലേന്ന്. പക്ഷേ അതും ഒരു കൈൻഡ് ഓഫ് ചീറ്റിംഗ് തന്നെയാണ്. ഇനി നെക്സ്റ്റ് നമ്മൾ നോക്കാൻ പോകുന്നത് വെൻ ഇറ്റ് ബിക്കം അൺഹെൽത്തി. ഈ ഒരു അട്രാക്ഷൻ എപ്പോഴാണ് അൺഹെൽത്തി ആയിട്ട് മാറുന്നതെന്നാണ്. ഇപ്പം നമ്മൾ ഒരാളെ കണ്ടു, അയാൾ അപ്പം തന്നെ വിട്ടുകളയാതെ നമ്മൾ ജസ്റ്റ് വീട്ടിലോട്ട് വന്നിട്ട് നമ്മൾ അയാളെ കുറിച്ച് തന്നെ പിന്നെയും തിങ്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അതിനുശേഷം നമ്മൾ ഇയാളിനെ പറ്റിയിട്ട് തിങ്ക് ചെയ്തിട്ട് നമ്മളുടെ പാർട്ട്ണറിനെ വെച്ചിട്ട് ഇയാളെ കമ്പയർ ചെയ്യണം. നമ്മുടെ പാർട്ട്ണറിനേക്കാളും നല്ലതാണ്, അല്ലെങ്കിൽ നമ്മുടെ പാർട്ട്ണറിനേക്കാളും അടിപൊളിയാണ്, ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ നമ്മൾ തിങ്ക് ചെയ്യാണ്. എന്നിട്ട് നമ്മൾ അവരെ സ്റ്റോക്ക് ചെയ്യാൻ വേണ്ടി നോക്കുകയാണ്. അവരുടെ അക്കൗണ്ട്, ഇൻസ്റ്റഗ്രാം അക്കൗണ്ട് തപ്പുക, അവരുടെ കോൺടാക്ട്സ് എങ്ങനെയും കിട്ടാൻ നോക്കുക, അവരായിട്ടൊരു കമ്പനി അടിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു മൈൻഡ് വന്നിട്ട് നമ്മൾ അതിന് ട്രൈ ചെയ്യാണ്. ഇങ്ങനത്തെ ഒരു സിറ്റുവേഷനിലാണ് ഈ ഒരു അട്രാക്ഷൻ അൺഹെൽത്തി ആയി എന്ന് നമുക്ക് പറയാൻ പറ്റുന്നത്. ഇനി നെക്സ്റ്റ് നമ്മൾ നോക്കുന്നത്, ഇങ്ങനൊരു സിറ്റുവേഷൻ ഉണ്ടാകുന്ന സമയത്ത് ഹെൽത്തി ആയിട്ടുള്ള മൈൻഡ് സെറ്റ് ഉള്ള ആളുകൾ ചെയ്യുന്ന കാര്യം, അല്ലെങ്കിൽ നമുക്ക് ഇങ്ങനെ ഒരു സിറ്റുവേഷൻ വരികയാണെങ്കിൽ ഹെൽത്തി ആയിട്ടുള്ള മൈൻഡ് സെറ്റോട് കൂടി ഈ ഒരു സിറ്റുവേഷൻ എങ്ങനെ മാനേജ് ചെയ്യാം എന്നുള്ളതാണ്. നമ്മളിപ്പോൾ ജസ്റ്റ് ഒരാളെ മീറ്റ് ചെയ്തു, നമുക്കൊരു അട്രാക്ഷൻ തോന്നി. ആ സമയത്ത് നമ്മൾ ചെയ്യേണ്ടത്, അത് കഴിഞ്ഞാൽ ആ ഒരു ടൈം കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മളത് അവിടെ വിടുക.
പിന്നെയും അവരെ സ്റ്റോക്ക് ചെയ്ത് നമ്മൾ പിന്നാലെ പോകാണ്ടിരിക്കുക, അവരാരാണ് എന്താണെന്നൊക്കെ അറിയാനുള്ള ഒരു ക്യൂരിയോസിറ്റി നമ്മൾ കാണിക്കാണ്ടിരിക്കുക എന്നുള്ളതാണ്. ഇനി അടുത്തൊരു കാര്യം എന്ന് പറഞ്ഞാൽ, നമ്മുടെ ഗേൾ ഫ്രണ്ട് അല്ലെങ്കിൽ നമ്മുടെ ബോയ് ഫ്രണ്ട്, നമ്മുടെ പാർട്ട്ണർ ഉണ്ടല്ലോ, അവരാണ് നമുക്ക് ഇമ്പോർട്ടൻറ്റ്. അവരുമായിട്ട് നമ്മൾ സ്റ്റാർട്ട് ചെയ്തിട്ടുള്ള ആ ഒരു റിലേഷൻഷിപ്പിന്റെ സ്റ്റാർട്ടിങ് ഫേസിനെ കുറിച്ചിട്ടൊക്കെ നിങ്ങൾ ആലോചിക്കുക. ലൈക്ക് ഇതുപോലെയൊക്കെ തന്നെയായിരിക്കും നമ്മൾ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടാവുക. മറ്റേ നമുക്ക് അട്രാക്ഷൻ തോന്നുന്ന ആളുകളെ നമ്മുടെ മൈൻഡിൽ നിന്ന് കംപ്ലീറ്റ്ലി അവോയ്ഡ് ചെയ്തിട്ട് ഇവരെ കുറിച്ചുള്ള കാര്യങ്ങളെ കൂടുതൽ തിങ്ക് ചെയ്യുക എന്നുള്ളതാണ്. ഇനി നാലാമത്തെ പോയിന്റ് പറയുകയാണെന്നുണ്ടെങ്കിൽ, ഏതൊരു റിലേഷൻഷിപ്പും സ്റ്റാർട്ട് ചെയ്യുന്നത് ഒരു അട്രാക്ഷനിലായിരിക്കും. പക്ഷെ ഒരിക്കലും ആ റിലേഷൻഷിപ്പ് ബിൽഡായി വരുന്നത് ഈ ഒരു അട്രാക്ഷൻ കൊണ്ട് മാത്രമല്ല. രണ്ടുപേർക്കും ഇടയിലുള്ള കമ്മ്യൂണിക്കേഷൻ, നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും സപ്പോർട്ട് ചെയ്യുന്നത്, രണ്ടുപേർക്കും ഇടയിലുള്ള ഒരു ട്രസ്റ്റ്, അതുപോലെ ഇമോഷണൽ കണക്ഷന്, നമുക്ക് രണ്ടുപേരുടെയും ഇടയിൽ തോന്നുന്ന ആ ഒരു കംഫർട്ട് സോണ്, ഇതെല്ലാം കൊണ്ടാണ് നമുക്ക് ആ ഒരു റിലേഷനെ സ്ട്രോങ് ആയിട്ട് ബിൽഡ് ചെയ്തെടുക്കാൻ പറ്റുന്നത്. അപ്പോൾ നമുക്കൊരു അട്രാക്ഷൻ കൊണ്ട് മാത്രം ഒരു സ്ട്രോങ് ആയിട്ടുള്ള റിലേഷൻഷിപ്പ് ബിൽഡ് ചെയ്യാൻ പറ്റുമെന്ന് നമ്മൾ വിചാരിക്കരുത്. അപ്പോൾ ഓൾറെഡി നമുക്കൊരു പാർട്ട്ണർ ഉണ്ടാകുമ്പോൾ, നമുക്കൊരു റിലേഷൻഷിപ്പ്, ഒരു സ്ട്രോങ് ആയിട്ടുള്ള ഒരു റിലേഷൻഷിപ്പ് ഉണ്ടാകുമ്പോൾ നമ്മളൊരു ജസ്റ്റ് ഒരു അട്രാക്ഷൻ്റെ പുറത്ത് ആളുമായിട്ട് ഒരു അഫെക്ഷൻ കാണിക്കുന്നത് വളരെ മോശമായിട്ടുള്ള കാര്യമാണ്. അത് ജസ്റ്റ് ഒരു ഇൻഫാക്ച്വേഷൻ ആണെന്നുള്ള ഒരു റിയലൈസേഷൻ നിങ്ങൾക്ക് ഉണ്ടെങ്കിൽ ഒരിക്കലും നമുക്ക് അങ്ങനത്തെ രീതിയിലുള്ള ആക്ഷൻസ് കാണിക്കാനായിട്ട് തോന്നില്ല. സോ ഇത് നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ്. ഈ അട്രാക്ഷൻ എന്ന് പറയുന്നത് വളരെ നോർമലായിട്ടും കോമൺ ആയിട്ടുള്ള ഒരു കാര്യമാണ്. പക്ഷേ ഈ ലോയാലിറ്റി എന്ന് പറയുന്നത് നമ്മുടെ മാത്രം ചോയ്സ് ആണ്. ഈ ഹ്യൂമൻ ബ്രെയിനിൽ നടക്കുന്ന കാര്യങ്ങളെ ഒക്കെ നമുക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റില്ല. പക്ഷെ അത് കഴിഞ്ഞിട്ട് നമ്മൾ ചെയ്യുന്ന കാര്യങ്ങൾ കംപ്ലീറ്റ്ലി നമ്മളുടെ ക്യാരക്ടറിനെ ബേസ് ചെയ്തിട്ടുള്ളതാണ്. സോ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയെന്ന് വിശ്വസിക്കുന്നു. വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ ഒപ്പീനിയൻസ് താഴെ കമന്റ് ബോക്സിൽ കമന്റ് ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഇറ്റ്സ് മീ റാഷ്ന സൈനിങ് ഓഫ്.